ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഹേഷ് ആണെങ്കിൽ ഡോക്ടറെ മാറ്റി നിർത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയാമണി അതെല്ലാം തന്നെ ശ്രദ്ധിക്കുന്നു കേട്ടോ. മഹേഷ് എന്താ ഡോക്ടറെ മാറ്റി നിർത്തി സംസാരിക്കുന്നത് എന്ന് ആലോചിക്കുകയാണ് പ്രിയാമണി. അതിനുശേഷം ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരുന്ന സമയത്താണ് തന്നെ ഇഷിത നേഴ്സിനോട് പറയുന്നുണ്ട്, അതെ എൻ്റെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോകായിരുന്നു, ഇന്ന് ഒ പിയിൽ പേഷ്യൻസ് വന്ന് നിൽക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ നേഴ്സ് പറയണ്ട, അതെ മേഡം വിഷമിക്കേണ്ട, ഞാനേ ഓപ്പിഡ് അവിടുത്തെ ഡോക്ടറോട് തൽക്കാലത്തേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, മേഡം ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, നീ അങ്ങനെ പറഞ്ഞല്ലേ, ഇനിയിപ്പോൾ എല്ലാവരും കൂടി എന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരും, വെച്ചിട്ടുണ്ടെടി നിന്നെ ഞാൻ എന്ന് നേഴ്സിനോട് പറയാണ്. അത് കേട്ടുകൊണ്ട് ഡോക്ടർ മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇഷിത ഇപ്പൊ എങ്ങനെയുണ്ട് തനിക്ക് എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, ഡോക്ടർ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല, ഞാൻ പോയിക്കോട്ടെ, ഇന്ന് ഒ പി നോക്കാനുള്ളതാ. അതെ പെട്ടെന്ന് അങ്ങനെ പോകാൻ പറ്റുമോന്നില്ല കേട്ടോ, 2-3 ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അതിന് റിസൾട്ട് ഒക്കെ വരട്ടെ എന്ന് പറയുമ്പോൾ മഹേഷ് വേണ്ട, അതെ അതെ റിസൾട്ട് വന്നിട്ട് നോക്കിയിട്ട് പോയാൽ മതി. മഹേഷ് എന്ന് പറയുമ്പോഴേക്കും, അല്ല സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, ഡോക്ടർ ഇഷിതയ്ക്ക് ക്യാൻറ്റീനിന്നേ ഒരു ഓറഞ്ച് ജ്യൂസ്, നല്ല തണുത്ത ഓറഞ്ച് ജ്യൂസ് മേടിച്ചു കൊടുക്ക്. പിന്നെ ഡോക്ടർ ഇഷിത ഒന്ന് കുടിച്ചെറുത് റെസ്റ്റ് ചെയ്യും, അപ്പോഴേക്കും റിസൾട്ട് ഒക്കെ വരും, എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡോക്ടർ അങ്ങോട്ട് പോകാട്ടോ. മഹേഷിനോട് ഇഷിത പറയുന്നുണ്ട്, മഹേഷ് കൊള്ളാട്ടോ, മഹേഷ് ഹോസ്പിറ്റലിൽ കിടന്നതിനെ പകരം വീട്ടു എന്നോടല്ലേ. മഹേഷ് ഒരു കാര്യം ചെയ്യും, റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോഴേക്ക് എന്നെ ഒരു റൂമിലേക്ക് മാറ്റി, എന്നിട്ട് ആ റൂമിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കേ, ടി വി കാണേ, അതുപോലെ തന്നെ കിടന്നുറങ്ങേ, എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാലോ എന്ന് പറയാണ്. അത് കേട്ട് മഹേഷ് പറയുന്നുണ്ട്, എടോ റൂമിൽ കിടത്തണോ വേണ്ടതൊക്കെ നമ്മളൊന്ന് ആലോചിക്കട്ടെ അല്ലേ അമ്മേ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയാമണിക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടോ. അതെ അതെ ഞാനിപ്പോ വരാം, നിങ്ങൾ സംസാരിച്ചിരിക്കുക എന്ന് പറഞ്ഞ പ്രിയാമണി പുറത്തേക്ക് പോവാണ്. എന്നിട്ട് അഷിതനെ വിളിക്കാട്ടോ. അഷിത ആ സമയത്ത് സ്കൂളിലായിരിക്കും. മോളെ അശു, നീ ക്ലാസ്സിൽ കയറിയോ? ആ കേറാൻ പോവാമേ. എന്താ അമ്മേ? ആ മോളെ ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലാ. അയ്യോ അച്ഛൻ എന്തു പറ്റിയാമേ? അയ്യോ അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ, ഇഷുവിനെയാ കുഴപ്പം. ഇഷുവിനെയോ? അവക്ക് എന്തു പറ്റിയാമേ? അത് അവള് പെട്ടെന്നൊരു തലകറങ്ങി വീണു, ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഓ ഭക്ഷണം കഴിക്കാതിരിക്കും അവൾ ഇത് ഹോസ്പിറ്റലിൽ പോയല്ലേ. ഞങ്ങൾ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചത്, പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്കൊരു സംശയം. എന്ത് സംശയം? അല്ല ഡോക്ടറെ മാറ്റി നിർത്തി മഹേഷ് എന്തൊക്കെയോ സന്തോഷത്തോടെ സംസാരിക്കുന്നു. മഹേഷിന്റെ മുഖത്താണെങ്കിൽ ഒരു ടെൻഷനും ഇല്ല, ഭയങ്കര സന്തോഷം. അതൊക്കെ കണ്ടപ്പോ എനിക്കൊരു സംശയം, നമ്മുടെ ഇഷ്യൂ പ്രഗ്നന്റ് ആണോ എന്ന്. അമ്മ പറയണ സത്യമാണോ? സത്യമാവാനാ ചാൻസ് എന്നാ എനിക്ക് തോന്നണത്. മഹേഷിന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ടോ, പിന്നെ ഡോക്ടറിന്റെ പരിശോധിക്കാനുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നണത്. അമ്മയുടെ നാവ് പൊന്നാവട്ടെ, പക്ഷെ അമ്മ ഒരുപാട് സന്തോഷിക്കുമെന്ന് വരട്ടോ, വേറൊന്നുമല്ല അമ്മേ. ഇനി അഥവാ അതല്ലെങ്കിൽ എൻ്റെ അമ്മക്ക് ഒരുപാട് വിഷമമാകും. ഇനി അങ്ങനെ തന്നെയാണെങ്കിൽ അമ്മേ എന്നെ വിളിച്ചു പറഞ്ഞോട്ടോ, റിസൾട്ട് ആകുമ്പോൾ അപ്പൊ തന്നെ ഞാൻ നിന്നെ വിളിക്കാം. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് അഷിത ഫോം വെക്കാണ്. ഇഷുവിന് വിശേഷം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഷിത ക്ലാസ്സിലേക്ക് കയറുവാട്ടോ. അതിനുശേഷം പ്രിയാമണി അകത്തേക്ക് പോകുന്നുണ്ട്. അകത്തേക്ക് പോകുമ്പോഴേക്കും അവിടേക്ക് നമ്മുടെ മാഷും അതുപോലെ തന്നെ രാമനാഥനും മഹേഷ് ഒക്കെ ഇങ്ങനെ നിൽക്കുവാട്ടോ. അപ്പോഴേക്കും രാമനാഥനും അതുപോലെ തന്നെ മാഷ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ റിസൾട്ട് ഒന്നും വന്നില്ലേ എന്ന് മഹേഷിനോട് ചോദിക്കുകയാണ്. ആ ഇപ്പൊ വരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുവാട്ടോ. ഡോക്ടർ റിസൾട്ട് വന്നില്ലേ, ഞാൻ അവളുടെ അച്ഛനാണ് എന്ന് മാഷ് പറയുമ്പോ, ആ റിസൾട്ട് ഒക്കെ വന്നു, പക്ഷെ അതാദ്യം ഇഷിത മേഡത്തിനെ നോക്കട്ടെ. ഇഷിത മേഡത്തിന്റെ റിസൾട്ട് ഞാൻ പറയാൻ ആളല്ല, അതുകൊണ്ട് ഇഷിത മേഡത്തിനെ നോക്കട്ടെ, എന്നിട്ട് മരുന്നുകളും അതുപോലെ ട്രീറ്റ്മെന്റും ഇഷിത മേഡത്തിനെ കണ്ടുപിടിക്കട്ടെ. ഏ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് ഇഷിതയെ ആലോചിക്കുകയാണ്. ഇന്ന് ഇഷിത മേഡത്തിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ റിപ്പോർട്ട് ഇഷിതക്ക് കൊടുക്കുക കേട്ടോ. അത് നോക്കുവാണ് ഇഷിത. പെട്ടെന്നാണ് ഇഷിത കണ്ണ് തള്ളിപ്പോണത്. അതില് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള റിസൾട്ടാണ് കേട്ടോ, അത് പോസിറ്റീവ് ആണെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കാണുമ്പോൾ ഇഷിത ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഭാഷ ചോദിക്കട്ടെ, എന്താ ഡോക്ടർ എന്താ പറ്റിയത്, എന്റെ മോൾക്ക് എന്താ പറ്റിയത്, പറ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയട്ടെ, അതോ നമ്മുടെ ഇഷിതമ്മയുടെ പ്രഗ്നന്റ് ആണ്, വിശേഷം ഉണ്ട് എന്ന്. അത് കേൾക്കുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. സത്യമാണ് ഡോക്ടർ, അതെ സത്യമാണ് എന്ന് ഡോക്ടർ പറയാണ്. ഇഷിത വായ പൊളിച്ചു നിൽക്കുവാണ്. മഹേഷ് ഞാനിത് കാണുന്നത് സ്വപ്നമാണോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇല്ലടോ സത്യമാണ്, തന്റെ തലചുറ്റിലൊക്കെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി, ഞാനാ ഡോക്ടറോട് പറഞ്ഞത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട്. തന്റെ കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് സത്യമാണ്, ഇത് എല്ലാരും കൂടി എന്നെ പറ്റിക്കൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ഇഷിത ചോദിക്കുമ്പോ, അല്ലടോ ഇത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്, താൻ പ്രഗ്നന്റ് ആണ് എന്ന് മഹേഷ് പറയുമ്പോ ഇഷിത പെട്ടെന്ന് ബോധം കെട്ട് വീഴുവാട്ടോ. അയ്യോ എന്റെ മോൾക്ക് എന്ത് പറ്റി, എന്റെ മോൾക്ക് എന്ത് പറ്റി എന്ന് പ്രിയാമണി ചോദിക്കുമ്പോ ഡോക്ടർ പറയണ്ട്, അത് പെട്ടെന്ന് ആ ന്യൂസ് കേട്ടപ്പോ ഡോക്ടർ ഇഷിത ബോധം കെട്ട് വീണതാണ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോയി നിൽക്കൂ, ഞാനൊന്ന് പ്രഷർ ഒക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ശേഷം പ്രഷറൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. പുറത്തിറങ്ങുമ്പോഴേക്കും മാഷു പ്രിയാമണി ആകെ വിഷമിച്ച് നിൽക്കാട്ടോ. രാമദാദ പറയണ്ട്, അയ്യോ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ആ ഒരു വാർത്ത കേട്ടപ്പോഴേ ഇഷിതക്ക് പെട്ടത് ബോധം പോയതാ, പക്ഷെ ഇത് സന്തോഷിക്കേണ്ട സമയം, ഒരാൾക്ക് സന്തോഷിക്കണം. ഓ എത്ര നാളായി
സന്തോഷിക്കാൻ വേണ്ടി കാത്തിരിക്കണത് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയണ്ട അതെ അതെ ഓ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുമ്പോൾ മാഷു പറയണ്ട അതെ പ്രിയാമണി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച ദൈവം കുറച്ച് വേദനിപ്പിക്കുമെന്നുണ്ടെങ്കിലും നമുക്ക് ആ സന്തോഷം നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം നമ്മുടെ ഇഷിത പതുക്കെ കണ്ണു തുറക്കാണ്. കണ്ണു തുറക്കുമ്പോൾ മഹേഷ് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. മഹേഷ് ഞാൻ കേട്ടത് സത്യം തന്നെയാണോ? അതേടോ സത്യം തന്നെയാ. തന്റെ വയറ്റില് ഇപ്പൊ നമ്മുടെ കുഞ്ഞുണ്ട്. ഈശ്വര എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ മാളവിക പറഞ്ഞതാ ട്രീറ്റ്മെന്റ് വിജയിച്ചു എന്ന്. പക്ഷെ അതിപ്പോ എനിക്ക് ബോധ്യമായി എന്ന് പറയാണ്. ഇഷിത പറയണ്ടേ എനിക്ക് മാളവിക ഡോക്ടറെ വിളിക്കണം, നന്ദി പറയണം. അത് കേൾക്കുമ്പോ മഹേഷ് പറയണ്ട് ആ മാളവിക ഡോക്ടറെ വിളിച്ച് നന്ദിയൊക്കെ പറയാം. പക്ഷേ എനിക്ക് തന്നോട് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ മഹേഷ് ഇതിന് പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ സന്തോഷം നമുക്ക് വേറെ ഇല്ലല്ലാണോ. പക്ഷെ വേറൊരു കാര്യം തന്നോട് പറയാനുണ്ട്. പക്ഷെ അത് കേട്ടാത്ത തലവും പിന്നെയും ബോധം കെട്ട് വീണോന്ന് പേടിയാണ് എനിക്ക്. എന്താ മഹേഷ് എന്താ കാര്യം എന്ന് ഇഷിത ചോദിക്കുമ്പോ തന്നെ അവിടേക്ക് നമ്മുടെ മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും അതുപോലെ തന്നെ രാമനാഥനൊക്കെ വരുവാട്ടോ. ആ മോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മേ. അപ്പോഴേക്കും മാഷ് വരുന്നുണ്ട്. സന്തോഷമായി, അച്ഛൻ ഒരുപാട് സന്തോഷമായി. കേൾക്കാൻ കാത്തിരുന്നൊരു വാർത്ത നമ്മൾ കേട്ടല്ലോ മോളെ. ദൈവം മോളെ കൈവിടില്ലെന്ന് അച്ഛൻ പറയാറില്ലേ? എന്റെ മോള് അത്ര പാവമാണ്, ദൈവം ഒരിക്കലും കൈവിടില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക രാമനാഥൻ ലഡുവായിട്ട് വരുവാട്ടോ. അതെ ഇനി എല്ലാവരും മധുരം കഴിക്കേ. ആദ്യം വിഷുവിനെ തന്നെ കൊടുക്കൂ രാമ. അതെ മഹേഷ് നീ തന്നെ ഇഷിതനെ മധുരം കഴിപ്പിക്കുക എന്ന് പറയാണ്. അങ്ങനെ മഹേഷ് ഒരു ലഡു എടുത്ത് ഇഷിതക്ക് കൊടുക്കാട്ടോ. ശേഷം എല്ലാവരും ലഡു ഒക്കെ കഴിക്കുന്നുണ്ട്. ഇഷിത പറയണ്ട് എനിക്ക് ചിപ്പീനെ കാണണം എന്ന് പറയാണ്. രാമനാഥ പറയണ ഈ കാര്യത്തിൽ ചിപ്പീനെയാണ് നമ്മൾ ആദ്യം അഭിനന്ദിക്കേണ്ടത്. കാരണം അവൾക്കൊരു കുഞ്ഞനിയനോ അനിയത്തിയോ വേണോ എന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണല്ലോ ഇവരുടെ കള്ളത്തിന് നമ്മൾ പൊളിച്ചത്. അതുകൊണ്ടിട്ടാണല്ലോ ഇഷിത പെട്ടെന്ന് അമ്മയായത് എന്നൊക്കെ പറയാണ് നമ്മുടെ രാമനാഥൻ. അതെ അതെ അത് ശരിയാ എന്ന് മാഷ് പറയുന്നുണ്ട്. ആ സമയത്ത് മാഷ് പറയണ്ട് അതെ എനിക്കൊരു കോൾ വിളിക്കണം, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് മാഷ് പുറത്തേക്ക് ഇറങ്ങാണ്. ആ സമയത്ത് പ്രിയാമണി പുറത്തേക്ക് പോകുന്നുണ്ട്. മാഷിനോട് പറയണ്ട് അയ്യോ അശൂരെ വിളിച്ച് പറയാനാണോ? ഞാൻ പറഞ്ഞിരുന്നു മാഷേ. അശൂരെ വിളിക്കാനല്ല, വേറൊരാളെ വിളിക്കാനാ. വേറൊരാളെയോ? അതാരാ എന്ന് ചോദിക്കുമ്പോ മാഷ് ഫോൺ എടുത്തിട്ട് നമ്മുടെ ഡോക്ടർ ദേവികനെ വിളിക്കാട്ടോ. ഹലോ ഇത് ഡോക്ടർ ദേവികയല്ലേ? അതെ ആരെ സംസാരിക്കുന്നത്? ഡോക്ടർ എനിക്ക് മനസ്സിന് തത്ത നമ്പറാണേ. എനിക്ക് ഒരു മോളുണ്ട്, മോളുടെ വിവാഹപ്രായമായി. മോൾക്കൊരാളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആ വിവാഹം നടക്കാൻ പാടില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ആ വിവാഹം മുടക്കണം. ഡോക്ടർ പറയണ ഒരിക്കലും കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ആ വിവാഹം ഒന്ന് മുടക്കി തരണം. ഡോക്ടർ എത്ര പണം കൊടുത്താലും അങ്ങനത്തെ പരിപാടി ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ദീപിക ഡോക്ടർ ചോദിക്കണത് നിങ്ങൾ ആരാ സംസാരിക്കണത് എന്ന് ചോദിക്കുമ്പോഴേക്കും നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണോ അല്ലേ? ഞാൻ പ്രഭുദേവ മഹർഷി ഡോക്ടർ ഇഷിതയുടെ അച്ഛനാ. നിങ്ങൾക്കാരുടെ ജീവിതം ഒരു പക്ഷെ തൊലഞ്ഞു പോയെന്ന് വിചാരിച്ച ഡോക്ടർ ഇഷിതയുടെ അച്ഛൻ. നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയിട്ടാ ഞാൻ വിളിച്ചത്. എന്റെ മോളെ പ്രഗ്നന്റാ. നിങ്ങളെപ്പോലത്തുള്ള എത്ര വൃത്തികെട്ട പെണ്ണുങ്ങൾ എന്തും പറഞ്ഞാലും അതൊന്നും നടക്കില്ല. എന്റെ മോളെ പ്രഗ്നന്റ് ആണ്. ദൈവം അവളെ കൈവിടില്ല, അവൾക്ക് വിശേഷമുണ്ട്. നിങ്ങൾ ചെയ്ത ക്രൂരതകൾക്കൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടിയില്ലേ? കൊച്ചുമകളുടെ അസുഖമായിട്ട് നിങ്ങൾ പലയിടത്തും ഓടി നടന്നില്ലേ? എന്റെ മോളല്ലേ നിങ്ങളുടെ കൊച്ചുമകളെ രക്ഷിച്ചത്. ഇനി മുതൽ നിങ്ങൾക്ക് കിട്ടാൻ പോണ ശിക്ഷ എന്താണെന്നറിയാമോ? ആ കൊച്ചുമകളുടെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് എന്റെ മോളോട് ചെയ്ത ക്രൂരതകൾ ഓർമ്മ വരും. അതാണ് ദൈവം നിങ്ങൾക്ക് കാത്തുവെച്ച ശിക്ഷ എന്ന് പറഞ്ഞിട്ട് പ്രഭുദേവ മാഷ് ഫോൺ കട്ട് ചെയ്യാട്ടോ. ഡോക്ടർ ദേവിക അത് കേട്ട് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കണത് മാഷും അതുപോലെ തന്നെ പ്രിയാമണി അതുപോലെ തന്നെ രാമനാഥനും ഒക്കെ കൂടി ഇഷിതയുടെ കൂടെ അങ്ങനെ നിൽക്കുവാട്ടോ. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സിനോട് ഇഷിത ചോദിക്കലുണ്ട് നേഴ്സ് ഇനി എനിക്ക് പോകാലോ? അതിനെന്താ പോവാലോ എന്ന് പറയാണ്. ഡോക്ടർ ഞാനെന്താ പോയിക്കോട്ടെ? ഓ അതിനെന്താ പോയിക്കോ. പിന്നെ പോകുമ്പോ പേപ്പറിലൊക്കെ ഒപ്പിട്ടിട്ട് വേണം പോവാൻ കേട്ടോ. പിന്നെ നന്നായിട്ട് കെയർ ചെയ്യണം. ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അത്. ഇല്ല ഡോക്ടർ എല്ലാം അറിയാം. അപ്പൊ മഹേഷ് പറയട്ടെ അതെ അമ്മയും അച്ഛനും അതുപോലെ തന്നെ മാഷും പോയിക്കോ, ഞാനും ഇഷിതയും ഒന്ന് പുറത്തു പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയണ്ട മഹേഷ് അവൾക്ക് വയ്യാതിരിക്കല്ലേ, അവളൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അച്ഛാ എനിക്ക് ഇഷിതടുത്ത് മാത്രമായിട്ട് ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്വകാര്യമായിട്ട് നിമിഷങ്ങൾ കയറാൻ സമയമായി. നിങ്ങൾ പോയിട്ട് വാ, അപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തിക്കോളാം എന്ന് പറയാണ്. ആ ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ കാണിക്കണത് ഇഷിതനെ കൂട്ടിക്കൊണ്ട് മഹേഷ് ബീച്ചിലേക്ക് പോവാണ്. നടന്ന കാര്യങ്ങളൊക്കെ മഹേഷ് ഇഷിതടുത്ത് പറയാണ്. ഇഷിതക്ക് ഒരു കുഴപ്പമില്ലെന്നും പരസ്പരിയുടെ ചതി കൊണ്ടിട്ടാണ് ഇഷിതക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു നടന്നതെന്നുള്ള എല്ലാ സത്യങ്ങളും പറയാട്ടോ. ശേഷം മഹേഷ് പറയട്ടോ താൻ അതൊക്കെ വിട്ടുകളാ. ഇഷിതേനെ ദൈവം സൃഷ്ടിച്ചേക്കുന്നത് മഹേഷിന് വേണ്ടിയിട്ടാണ്, ചേരേണ്ടവരെ ചേരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഹേഷ് ഇഷിതനെ ചേർത്ത് പിടിക്കുകയാണ്. മഞ്ജിമയാണെങ്കിൽ രചനയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ഇഷിത പ്രഗ്നന്റ് ആണെന്ന് പറയുന്നുണ്ട്. രചന പറയുന്നുണ്ട് അവൾ ഒരിക്കലും ഈ കുഞ്ഞിനെ പ്രസവിക്കരുത് എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.